കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂരിൽ പശ്ചിമഘട്ട മലനിരകളുടെ മടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഭക്തർ ദക്ഷിണ കാശി എന്ന് വിളിക്കുന്ന പുണ്യഭൂമി. ഇവിടെ മനുഷ്യർ പ്രകൃതിയോട് സംസാരിക്കാറില്ല, പകരം പ്രകൃതി നമ്മളോട് സംസാരിക്കുകയാണ്. കാടിൻ്റെ നിശബ്ദതയിൽ കേൾക്കുന്ന ഓരോ ഇലയനക്കവും പുഴയുടെ ഓരോ കുത്തൊഴുക്കും പറയുന്നത് പുരാണങ്ങൾ ഉറങ്ങുന്ന കാലം മായ്ക്കാത്തൊരു കഥയാണ്. ഈ മണ്ണിൽ ചവിട്ടുമ്പോൾ കാലം നിലയ്ക്കും. ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ അത്ഭുതങ്ങളും ഐതിഹ്യങ്ങളും നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. പുരാണങ്ങൾ ഈ ഭൂമിയെ ദക്ഷയാഗം നടന്ന സ്ഥലമായി വാഴ്ത്തുന്നു. സതീദേവി തൻ്റെ പിതാവായ ദക്ഷന്റെ യാഗശാലയിൽ വെച്ച് ഭർത്താവായ പരമേശ്വരനെ അപമാനിച്ചത് സഹിക്കാനാവാതെ അഗ്നിയിൽ അലിഞ്ഞു ചേർന്നിടും. ആ തപസ്സാണ് ഈ മണ്ണിൽ ഇന്നും ചൈതന്യമായി നിറയുന്നത്. ഇക്കരെയും അക്കരെയും കൊട്ടിയൂർ എന്ന് നമ്മൾ കേൾക്കാറുണ്ടെങ്കിലും അക്കരെ കൊട്ടിയൂരിലെ ആ താൽക്കാലിക മണ്ഡപത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഒരു അനുഭൂതിയുണ്ട്. അത് മറ്റൊരിടത്തും ലഭിക്കാത്ത ആത്മീയതയാണ്. ഇവിടെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ അത്ഭുതം സംഭവിക്കുന്നത്. ക്ഷേത്രത്തിൽ നിവേദ്യങ്ങൾ തയ്യാറാക്കാൻ വലിയ അടുപ്പുകൾ കൂട്ടാറുണ്ട്. ഇവിടെ പാകം ചെയ്യുന്ന ഭക്ഷണം ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിലൊന്നാണ്. എത്ര വലിയ പാചകം നടന്നാലും അവിടുത്തെ അടുപ്പിൽ ചാരം നിറയുന്നില്ല. നമ്മൾ പാചകം ചെയ്താൽ ചാരം നിറയും, എന്നാൽ ഇവിടെ അത് മായമായി മറയുകയാണ്. എങ്ങോട്ടാണെന്നോ? തളിപ്പറമ്പ് ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിലേക്ക്. ഇതിവിടുത്തെ ഒരു അത്ഭുത പ്രതിഭാസമാണ്. ഇതെങ്ങനെ തളിപ്പറമ്പ് ശ്രീ രാജരാജേശ്വര ക്ഷേത്രത്തിൽ നിറയുന്നു, എങ്ങനെ വരുന്നു എന്നുള്ളത് ഇന്നും ഉത്തരം കിട്ടാത്ത ചോദ്യമായി അവശേഷിക്കുന്നു. ഇതിനുള്ള കാരണമായി പറയുന്നത് തളിപ്പറമ്പ് ശ്രീ രാജരാജേശ്വര ക്ഷേത്രം വളരെ ശക്തമായ ഒരു ശക്തിപീഠമായി കണക്കാക്കുന്നു. യാഗസ്ഥലവും ദേവിയും തമ്മിലുള്ള ശാശ്വത ബന്ധത്തെ പ്രതീകപ്പെടുത്തുന്നതിന് രണ്ട് പുണ്യസ്ഥലങ്ങൾക്കിടയിൽ ഒരു ശാശ്വത ബന്ധം നിലനിർത്തുന്നു. കൊട്ടിയൂർ യജ്ഞത്തിൽ നിന്നുള്ള പുണ്യഭസ്മം ദിവ്യവും അക്ഷയവുമായ ഊർജത്തെ പ്രതിനിധീകരിക്കുന്നു. തളിപ്പറമ്പ് ക്ഷേത്രത്തിൽ അടുക്കള ശിവന്റെ വിശുദ്ധ സ്ഥലമായി അദ്വിതീയമായി കണക്കാക്കപ്പെടുന്നു. ഇത് കൊട്ടിയൂരിലെ ആദിമാഗ്നിയുമായി ബന്ധപ്പെട്ട പുണ്യഭസ്മത്തിന് അനുയോജ്യവും ആദരണീയവുമായ വിശ്രമസ്ഥലമാക്കി മാറ്റുന്നു. മറ്റൊരു വലിയ പ്രത്യേകത ഇവിടുത്തെ യാഗാഗ്നിയാണ്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും എത്ര കഠിനമായ കാറ്റും മഴയും ഉണ്ടായാലും കൊട്ടിയൂരിലെ യാഗാഗ്നി അണയുകയില്ല. ഭഗവാൻ ശിവന്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ടാണ് ഈ അഗ്നി ഒരിക്കലും കെട്ടുപോകാത്തതെന്നാണ് ഭക്തരുടെ അടിയുറച്ച വിശ്വാസം. ഇതിവിടുത്തെ ആചാരങ്ങളുടെയും വിശ്വാസത്തിൻ്റെയും ആഴം വ്യക്തമാക്കുന്നു. ബാവലിപ്പുഴയുടെ ഇരുവശങ്ങളിലായി ഇക്കരെ കൊട്ടിയൂരും അക്കരെ കൊട്ടിയൂരും സ്ഥിതി ചെയ്യുന്നു. വർഷത്തിൽ മിക്ക സമയവും ഇക്കരെ കൊട്ടിയൂരിലാണ് പൂജകൾ നടക്കുന്നത്. എന്നാൽ വൈശാഖ മഹോത്സവകാലത്ത് അക്കരെ കൊട്ടിയൂരിലേക്ക് ദേവചൈതന്യം ആവാഹിക്കുന്നു. ഈ സമയത്ത് മാത്രമാണ് അവിടെ താൽക്കാലിക ക്ഷേത്രം കെട്ടിയുണ്ടാക്കുന്നത്. അതുകൊണ്ടുതന്നെ കൊട്ടിയൂർ ക്ഷേത്രമില്ലാത്ത ക്ഷേത്രം എന്നും അറിയപ്പെടുന്നു. മാത്രവുമല്ല, ഭഗവാൻ ഇവിടെ സ്വയം ഭൂവായി വാഴുകയും ചെയ്യുന്നു. അത്തം നാളിൽ തുടങ്ങി തിരുവോണം നാളിൽ അവസാനിക്കുന്ന വൈശാഖ മഹോത്സവം ഒരു വലിയ അനുഭവമാണ്. തന്ത്രികൾ ചേർന്ന് ആവാഹിക്കുന്ന ചൈതന്യം, ബാവലി പുഴയിലെ ഇളനീർ വെപ്പ്, രോഹിണി ആരാധന, ഇവയെല്ലാം ഓരോ വിശ്വാസിക്കും ആത്മീയമായ ഉണർവ് നൽകുന്നു. ഭക്തർക്കിവിടെ പ്രസാദമായി ലഭിക്കുന്ന ഓടപ്പൂക്കൾ അവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ്. പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ഈ പൂക്കൾ കൈപ്പറ്റുന്നതോടെ ഭക്തന്റെ മനസ്സ് പൂർണ്ണമായും ശാന്തമാകുന്നു. ഇതാണ് കൊട്ടിയൂർ. കാടും പുഴയും പുരാണങ്ങളും ഒത്തുചേരുന്നൊരിടം. ഇവിടെ വന്നാൽ മനസ്സ് നിറയും, ആത്മാവ് ശുദ്ധമാകും. നമ്മുടെ ഈ പുണ്യസ്ഥലങ്ങളെക്കുറിച്ച് കൂടുതൽ അറിവുകൾ പങ്കുവയ്ക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വിശേഷവുമായി കാണാം.